ആദ്യത്തെ കണ്ടോ? രണ്ടാമത് കണ്ടോ? No. But yeah, അത് ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കോ തെറ്റായ രീതിയിൽ നമ്മളെയോ മലയാളി ജനതയോ? സുഹൃത്തുക്കളെ, ഇത് രഞ്ജിനി ഹരിദാസ് നമുക്ക് എല്ലാവർക്കും അറിയുണ്ടായിരിക്കും. അറിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണെന്ന് മാത്രം പറഞ്ഞുകൊള്ളുന്നു. കാരണം നമ്മുടെ ആങ്കറിങ് എന്ന് പറയുന്ന ഒരു കലയെ ഇത്ര അധികം നാട്ടുകാർക്ക് പരിചയപ്പെടുത്തിയ വേറൊരാളുണ്ടാവില്ല. അതിൻ്റെ ചരിത്ര പുരുഷൻ ചരിത്ര നിയോഗമുള്ള ഒരാൾ, പുരുഷൻ എന്ന് പറയാൻ പാടില്ല, സ്ത്രീയാണെന്ന് പറയുന്നില്ല, ഒരു ചരിത്ര നിയോഗം സിദ്ധിച്ച ഒരാളാണ് ഇവരെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവരോട് ചോദിക്കുന്നത് നമ്മുടെ കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന ആ ഒരു സിനിമയെ കുറിച്ചിട്ടാണ്. ഇവർ പറയുന്ന ഉത്തരങ്ങൾ ഒന്നുകൂടി ഉണ്ട്. മലയാളി ജനതയോ? മലയാളി ജനത ഇൻഫ്ലുവൻസ് എല്ലാ തരം സിനിമയ്ക്കും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പവർ ഉണ്ട്. ദാറ്റ് ഇസ് എ പവർ ഓഫ് സിനിമ. പക്ഷെ ഇന്ത്യയിൽ സെൻസർ ബോർഡ് ഉണ്ട്. ഇതൊക്കെ അവരുടെ ജോലിയാണ്. ആ ജോലി അവർ കറക്റ്റായി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം തീർച്ചയായിട്ടും ചോദിക്കേണ്ടിയിരിക്കുന്നു. കൃത്യമാണ് അവർ പറയുന്നു. സെൻസർ ബോർഡ് ഇതെന്താ കണ്ടില്ലേ എന്നുള്ള ചോദ്യം തന്നെയാണ്. നമ്മളെല്ലാവരും വിചാരിക്കും നമ്മുടെ മലയാളികൾ മാത്രമാണോ ഈ ഒരു ഉത്തരേന്ത്യൻ സംഗീത പ്രൊപ്പഗണ്ട സിനിമയെ എതിർത്തത്? സുഹൃത്തുക്കളെ, എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോയത്, ഒരു പക്ഷേ നന്നായി പോയി എന്ന് തന്നെ പറയുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ ദിവസക്കൂലി എന്നൊക്കെ പറയുന്നത് 150 റുപ്യ 200 റുപ്യൊക്കെയാണ് ഇപ്പോഴും. ഇവിടെ ദിവസക്കൂലി എന്ന് പറയുന്നത് 1000 1200 വരെ കെട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടേക്ക് ഇപ്പോൾ UP-ക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ, ഗൾഫ് പോലെയാണ് അവരിപ്പോൾ കേരളം എന്ന് പറയുന്ന അന്നദാതാവാണ്. ദിവസം 150 റുപ്യ കൊണ്ട് ജീവിതം കഴിഞ്ഞിരുന്നവൻ കേരളത്തിലേക്ക് വരുന്നു, ദിവസം 1000 രൂപ കിട്ടുന്നു. അതിൽ നിന്ന് അവർക്ക് അപാരമായിട്ട് പൈസ മിച്ചം വെക്കാൻ കഴിയുന്നു. സ്വന്തം നാട്ടിൽ പോകുന്നു, വീട് വെക്കുന്നു. ഇങ്ങനെ ഭയങ്കരമായിട്ട് കേരളത്തെ ഗൾഫായിട്ടും കേരളത്തിൽ ഏത് ഹോട്ടലും കയറാൻ കഴിയുന്നു, ഏത് അമ്പലത്തിൽ പോകാൻ കഴിയുന്നു, എവിടെയും പ്രാർത്ഥിക്കാൻ കഴിയുന്നു. ഹിന്ദു മുസ്ലിം ബായി ആയിട്ട് അങ്ങനെ ചിന്തിക്കുക പോലുമില്ലാതെ മുന്നോട്ട് പോകുന്ന ജീവി. ഇതൊക്കെ കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര അത്ഭുതമാണ്. ഒരു തരത്തിൽ അത് നന്നായി പോയി എന്ന് പറയാൻ കാരണം, ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന ആ ഒരു പ്രൊപ്പഗണ്ട, സംഘി പ്രൊപ്പഗണ്ട സിനിമ ഇറങ്ങിയപ്പോൾ ഞാനൊക്കെ വിചാരിച്ച് നമ്മുടെ കേരളത്തിലെ ആളുകൾ മാത്രമായിരിക്കും ഇതിനെതിരെ ശക്തമായിട്ട് പോരാടുന്നുണ്ടായിരിക്കുക എന്നുള്ള. അല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില ഹിന്ദിക്കാരൊക്കെ ഇതിനെതിരെ അടിച്ച് പുറം പൊളിക്കുന്ന വർത്തമാന ഇവന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്കി. അയ്യോ ശബരിമല അത് ലാസ്റ്റ് പറഞ്ഞുതരാം. से पहले मेरा ये स्टोरी देखो। केरला एशिया का पहला ऐसा स्टेट है जहां पर अति गरीब परिवार एक भी नहीं है। आपके स्टेट में कितना? केरला इंडिया का पहला ऐसा स्टेट है जहां पर क्लास 1 से लेकर ग्रेजुएशन तक फ्री ऑफ कॉस्ट एजुकेशन है, क्योंकि केरला का सिंगल और सिंपल मोटो है, हिंदू मुस्लिम सिख ईसाई सब करो दबा के पढ़ाई, तभी तो आगे बढ़ोगे भाई। केरला इंडिया का शायद सबसे ज्यादा मजदूरी देने वाला स्टेट भी है, क्योंकि यहाँ पर जो घर में मिस्त्री और जो कोली का काम करता, लेबर का काम करता, उसको 800 रुपया से 1500 रुपया मिनिमम वेज पर डे का मिलता। और सिर्फ इतना ही नहीं मिलता, जिस घर में उनका काम है, मिस्त्री का काम है, उस घर में उनको खाना भी मिलता लंच में, और शाम को इवनिंग स्नैक्स और टी भी मिलता। मतलब सिर्फ एक टाइम का आदमी यहाँ पर आके खर्चा करता अपने रात का खाने के लिए। केरला में नॉर्थ इंडिया का आदमी यहाँ पर रोज 600 से സുഹൃത്തുക്കളെ, ഇതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ചില ആളുകൾക്ക് ഒന്നും മനസ്സിലാവുണ്ടാവില്ല. ഇവിടുത്തെ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട്, ഇവിടെ ഫ്രീ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട്, നമ്മുടെ ഹെൽത്ത് സെന്ററിലൊക്കെ കിട്ടുന്ന സൗകര്യങ്ങളെ കുറിച്ചിട്ട്, ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ ഹിന്ദു മുസ്ലിം ബായി ബന്ധത്തെ കുറിച്ചിട്ട്, ഏറ്റവും അവസാനമായിട്ട് ഇദ്ദേഹം പറയുന്നത് ഇവിടെയുള്ള കൂലിയെ കുറിച്ചിട്ട്. ഏറ്റവും രസകരമായിട്ട് അദ്ദേഹം പറഞ്ഞത്, ഇവിടെ ഒരുപക്ഷെ നമുക്ക് കൂലിയും തരും, ആ വീട്ടുകാർ ഭക്ഷണം തരും എന്ന് പറഞ്ഞേ. ഇവരെ നാട്ടിലൊക്കെ രാവിലെ എന്തെങ്കിലുമൊക്കെ കഴിച്ചാലായി, പിന്നെ ആ പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം പോയിട്ട് എന്തെങ്കിലുമൊക്കെ തിന്നാലായി എന്നുള്ള അവസ്ഥയുള്ളത്. കഴിഞ്ഞിട്ടില്ല. 1000 रुपया बचाता है क्या तुम लोग? बचाता है? केरला में तुमको रोड के किनारे पान गुटखा बीड़ी कैनी का दुकान नहीं मिलेगा, और वहां पर रोड में तुम फूफू भी नहीं कर सकते. നമ്മുടെ കേരളത്തില് പാനി ബീഡി എങ്ങനെ റോഡ് സൈഡിൽ ഇത്ര സംഗതികൾ നമുക്ക് കാണാൻ കഴിയില്ല എന്ന് അദ്ദേഹം വളരെ രസകരമായിട്ട് തന്നെ പറയുന്നുണ്ട്. സോറി, ഇത് തീർച്ചയായിട്ടും ഒരു ഹിന്ദിക്കാരനല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊരു മലയാളി ആയിരിക്കണം. നോക്കട്ടെ കേട്ടോ. അല്ല, ഇതൊരു ഹിന്ദിക്കാരൻ തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ മറ്റു വീഡിയോസ് ഒക്കെ ചുമ്മാ നോക്കിയത്. ഹിന്ദിക്കാരനാ. എത്ര രസകരമായിട്ടാണ്
അദ്ദേഹം കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. दक्षिण भारत हो, नॉर्थ ईस्ट हो या वेस्ट बंगाल के एरियाज हो, इन स्टेट्स को उत्तर भारत में ऐसे प्रेजेंट किया गया है पिछले कुछ सालों में मानो ये राज्य के लोग इंसान ही नहीं है, ये राज्य के लोग इस देश के नहीं है। और इसी तरह अंधभक्ति में डालकर बीजेपी सिर्फ सत्ता में बनी रहना चाहती है, बार बार सत्ता में आना चाहती है, और वो यही दिखा रही है कि दूसरे स्टेट्स को देखो, ये लोग इंसान नहीं है, ये लोग अजीब है, ये लोग बिल्कुल बेकार है। जितने डबल इंजन स्टेट्स है, सबसे ज्यादा करप्ट स्टेट है, वहां की सड़कें ठीक नहीं है, पुलिये कभी भी गिर जा रहे हैं, फ्लाई ओवर कभी भी गिर जा रहे हैं। സത്യം പറഞ്ഞാൽ ഇയാളെ പുകഴ്ത്തി കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്നുണ്ട്. ഇങ്ങനൊക്കെ പറയാൻ നമുക്ക് തോന്നിപ്പോകും. കഴിഞ്ഞിട്ടില്ല, ഉത്തരേന്ത്യക്കാരനായിട്ടുള്ള വേറൊരാളുടെ വർത്തമാനം നിന്ന് കേട്ടോ. भाई मैंने केरला स्टोरी बनाया, केरला स्टोरी 2 बनाया, हाफ तो मिलाओ। भाई ये तो मुसलमान है, तू तो हाथ मिला। എങ്ങനെയുണ്ട്? ഇതാണ് ഹിന്ദിക്കാരെ ട്രോളുന്ന ഒരു രീതി. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. അതവിടെ അയ്യോ അതല്ല കേട്ടോ, അതിൻ്റെ പോയി. കഴിഞ്ഞിട്ടില്ല, ലാസ്റ്റ് ഒരെണ്ണം കൂടി കാണാണ്ട്. സ്വർണ്ണമോഷണ വിഷയത്തിലും മറ്റു ക്ഷേത്രങ്ങളിലെ സമ്പത്ത് കൊള്ളയടിക്കുന്ന പ്രവണതയിലും കാര്യമായ മാറ്റം വരുവാൻ നാം ചെയ്യേണ്ട കാര്യങ്ങളെ വിശദീകരിച്ചാൽ നന്നായിരുന്നു. ഒരു കാര്യവും ചെയ്യണ്ട, ഒറ്റ കാര്യം ചെയ്താൽ മതി. ശബരിമലയിൽ പോകുമ്പോ ഒരു കഷ്ണം കടലാസിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് എഴുതി ഭണ്ഡാരത്തിലിടുക. നായാ പൈസ ഇടരുത്. ഗുരുവായൂർ പോയാൽ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് സ്വാമിയുടെ പേരെന്താണ് അത് നോക്കട്ടെ കേട്ടോ. ചിദാനന്ദപുരിയുടെ അഭിപ്രായമില്ലേ സുഹൃത്തുക്കളെ, അടിപൊളി കിടില അഭിപ്രായമാണ്. ശബരിമലയ്ക്ക് പോകുമ്പോൾ ഇനി എല്ലാ ആളുകളും ചെയ്യേണ്ട പ്രധാനപ്പെട്ട പരിപാടി 5 പൈസ അവിടുത്തെ ഭണ്ഡാരത്തിൽ ഇടരുത് എന്നാണ് ചിദാനന്ദപുരിയുടെ അഭിപ്രായം. ഇതാണ് ആ പുരി കേട്ടോ. ഈ പുരിയുടെ അഭിപ്രായത്തിൽ 5 പൈസ അവിടുത്തെ ഭണ്ഡാരത്തിൽ ഇടരുത്. എന്തായാലും നല്ല അഭിപ്രായമാണ്. ഇടരുത് എന്നതിന് ഞാനും പറയുക. ഇനി എന്തുകൊണ്ട് എന്ന് പറഞ്ഞുതരാം. ശബരിമലയ്ക്ക് പോകുന്ന ആളുകൾ മുഴുവൻ അവിടുത്തെ ഭണ്ഡാരത്തിൽ പൈസ ഇടുന്നു. ഇത് ആ ദേവസ്വത്തിലേക്കാണ് പോകണേ, മനസ്സിലായില്ലേ? ആ ദേവസ്വത്തിലേക്ക് പോകുന്ന ഈ പണം ഇവരെന്താ ചെയ്യുന്നത്? ഇദ്ദേഹത്തിൻ്റെയും നമ്മുടെ നാട്ടിലത്തുള്ള കുറച്ചു സംഘികളുടെയും അഭിപ്രായത്തിൽ ഇത് മുഴുവൻ കേരള ഗവൺമെന്റ് കട്ടുമുടിക്കുന്നു എന്നാണ്, അല്ലേ? ശരി, ശബരിമല അയ്യപ്പനെ പറ്റി പറയുക അന്നദാതാവാണെന്ന പറയുക. മറ്റുള്ളവർ അന്നദാതാവാണെന്നൊക്കെ ഒരു വിളിപ്പേര് അദ്ദേഹത്തിനുണ്ട്. എന്തുകൊണ്ട് എന്നുകൂടി വിശ്വാസികൾ അറിയാൻ വേണ്ടി പറയാം. ഈ ശബരിമലയ്ക്ക് വർഷാവർഷം പോകുന്ന ആളുകൾ മുഴുവൻ അവിടെ നല്ല പോലെ പൈസ കൊടുക്കുന്നുണ്ട്, അവിടേക്ക് പൈസ ഒരുപാട് വരുന്നുണ്ട്, നിക്ഷേപിക്കുന്നുണ്ട്. ഈ പണം കൊണ്ടാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ കേരളത്തിൽ ഇത്രയൊന്നും വരുമാനമില്ലാത്ത ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. ഇത്രയൊന്നും വരുമാനമില്ലാത്ത ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രങ്ങളിലെല്ലാം നമ്പൂതിരിമാരുണ്ട്, കഴകുണ്ട്, ഈ സീറ്റൊക്കെ എഴുതി കൊടുക്കുന്ന ആളുകളുണ്ട്, ഇങ്ങനെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർ ജോലി ചെയ്യുന്ന ആ ഒരു അമ്പലത്തിലെ പൈസ കൊണ്ട് എന്തായാലും അവർക്ക് ജീവിക്കാനൊന്നും പറ്റൂല. സ്വാഭാവികമായിട്ടും അവർക്ക് പുറമേ നിന്ന് പൈസ വേണം. ഇങ്ങനെ വരുമാനമില്ലാത്ത ബി ക്ലാസ്, സി ക്ലാസ്, ഡി ക്ലാസ് എന്നൊക്കെ ക്ലാസ് തിരിച്ചിട്ടുള്ള അമ്പലത്തിലെ നമ്പൂരന്മാർക്കും അവിടെ കഴകം, അവിടെ എന്താ പറയുക, മാലകെട്ടൽ എന്നൊക്കെ പറയുന്ന കലാപരിപാടിയൊക്കെ നടത്തുന്ന ആളുകൾക്ക് പൈസ കൊടുക്കുന്നത് ഈ ശബരിമലയിലെ ഈ നടവര് വെച്ചിട്ടാണ്, അവിടുത്തെ വരുമാനം വെച്ചിട്ടാണ് ഒരു വർഷം അവർക്ക് ശമ്പളം കൊടുത്തു പോണേ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അവിടെ ശബരിമലയിൽ പൈസ വരാതെ എന്താവും? ഈ പറയുന്ന അമ്പലങ്ങളൊക്കെ മുഞ്ചും. ഈ പറയുന്ന അമ്പലങ്ങളിലെ നമ്പൂരിമാരൊക്കെ കുടുങ്ങും. സ്വാഭാവികമായിട്ടും ഇവരെ കുലത്തൊഴിലായിട്ട് ഇവർ കൊണ്ടുനടക്കുന്ന ഈ പൂജാതി കർമ്മങ്ങളൊക്കെ നിർത്തിയിട്ട് കൈക്കോട്ടെടുത്ത് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. മറ്റു തൊഴിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ടി വരും. അങ്ങനെ അന്വേഷിക്കുന്ന രീതിയിലേക്ക് ഇറങ്ങുകയും എല്ലാവരും തുല്യരാണെന്ന രീതിയിലൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ചിദാനന്ദപുരിയെ പോലുള്ള ആളുകളൊക്കെ അവരെത്തിക്കുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ? ഞാൻ വിചാരിക്കുന്നത് അതൊരു നല്ല കാര്യമാണ്. പൂണൂലിട്ടിട്ട് എന്തെങ്കിലും മന്ത്രം ചൊല്ലൽ മാത്രമല്ല, കൈക്കോട്ടെടുത്ത് 4 കള അളയ്ക്കുന്നതും ഇവിടുത്തെ നല്ല തൊഴിലാണെന്ന് ഇവരൊക്കെ ഇന്ന് തിരിച്ചറിയട്ടെന്നേ. അങ്ങനെ എന്ത് ചെയ്യും?
കാര്യങ്ങൾക്കൊക്കെ വ്യക്തമായിട്ടുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇത്തരത്തിലുള്ള ആളുകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിന്ദുക്കളുടെ ഒരു ശാപം എന്നുകൂടി പറഞ്ഞുതരാം. എന്താണ് ഈ ചിദാനന്ദപുരി പറയുന്ന അതേപോലെ അക്ഷരം പ്രതി അനുസരിച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ വരുമാനമില്ലാത്ത ക്ഷേത്രത്തിലെ പൂജാരിമാർക്കും മറ്റും പൈസ കിട്ടാതാവും. സ്വാഭാവികമായിട്ടും അവിടുത്തെ പൂജ മുടങ്ങും. പൂജ മുടങ്ങുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കളെ അപേക്ഷിച്ചിട്ട് വലിയ വിഷമമുള്ള സംഗതിയല്ലേ? അല്ലേ? നല്ല വിശ്വാസികളുള്ള ആളുകളെ സംബന്ധിച്ച് വളരെ വിഷമമുള്ള സംഗതിയാണ്. ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ പൂജ മുടങ്ങുന്നു. അപ്പോ അതിന് പിന്നിൽ കളിച്ചത് ആരാണ്? ഈ പറയുന്ന ചിദാനന്ദപുരി അടക്കമുള്ള വിശ്വാസികളാണ്. ഹിന്ദുമതത്തെ അങ്ങോട്ട് ഉണർത്താൻ വേണ്ടി നടക്കുന്ന ആളുകളാണ്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുമതത്തിന് പാര വയ്ക്കുന്നത് ലവന്മാരൊക്കെ തന്നെയാണെന്ന് പറയേണ്ടി വരും. ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് മനസ്സിലാവില്ല. ബൈ.